ഐക്യ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തി തെരഞ്ഞെടുപ്പിൽ. ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് കോൺഗ്രസിന്റെ ഒരു മഹാസമ്മേളനം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വരുന്ന വിചാരിച്ചാണ് ഞാൻ സമ്മേളനം കൂടാൻ പോയത്. പക്ഷെ സോണിയാഗാന്ധിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നില്ല. രാഹുൽ ഗാന്ധി വരില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് കടപ്പുറത്ത് എത്തിയതിന്റെ ശേഷമാണ്. രാഹുൽ ഗാന്ധിക്ക് പകരം സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് വന്നത് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ പൊരിഞ്ഞ അടിയാണെന്ന് വാർത്ത കൊടുത്ത മീഡിയാസ് ഇന്നലത്തെ സമ്മേളനത്തിന്റെ വേദി കണ്ടില്ലെന്നാണ് തോന്നുന്നത്. KC വേണുഗോപാല്, രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുധാകരൻ, അങ്ങനെ കോൺഗ്രസിന്റെ ഒട്ടുമിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പക്ഷെ എന്നാലും ജനസാഗരം, ആളുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി കടപ്പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ത്രിവർണ്ണ തൊപ്പിയൊക്കെ വെച്ച് നല്ല രസമായിരുന്നു. KC വേണുഗോപാലിന്റെ പ്രസംഗത്തിൽ കേരളത്തിനെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. ആളുകൾ ഭയങ്കര ആർപ്പുവിളിയൊക്കെ ആയിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഒരു ബസ്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഓരോ മാസവും 1000 രൂപ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കും, ചെറുപ്പക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കും. ഇതൊക്കെ ബസ്സിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ബസ് കേരളം മൊത്തം ഓടിച്ച നല്ല ഇമ്പാക്റ്റ് ആയിരിക്കും. നൈസ് ഐഡിയ. കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് വാർത്ത കൊടുക്കുന്ന മീഡിയാസ് ഇന്നലത്തെ സമ്മേളനം ശരിക്കും കടപ്പുറത്ത് വന്നൊന്ന് കാണേണ്ടതായിരുന്നു. മൊത്തത്തിൽ അവിടെ നിന്നപ്പോ KC വേണുഗോപാൽ ലീഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ചൂട് കൊണ്ട് ചാകാറായെങ്കിലും കോഴിക്കോട് കടപ്പുറത്ത് സമ്മേളനത്തിന് പോയതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയി. ഇന്നലെ കടപ്പുറത്ത് കണ്ട ജനസാഗരവും ആളുകളുടെ ഒരു ആവേശവും ഒക്കെ കൂടെ കാണുമ്പോൾ കേരളത്തിൽ ഉറപ്പായിട്ടൊരു ഭരണമാറ്റം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.